എല്ലാവർക്കും സുഖം തന്നെയല്ലേ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന ഒരു ചിക്കൻ ഫ്രാപ്പാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി കേട്ടോ ഇത്. ഇനി നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നൊന്ന് നോക്കാം. ചിക്കൻ ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ട മസാല മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഉപ്പ്. ഇനി നമുക്ക് തുറത്തില തയ്യാറാക്കാൻ വേണ്ടി ഗോതമ്പ് പൊടി, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, ആവശ്യത്തിന് വെള്ളം. ഇനി നമുക്ക് ഫില്ലിങ്ങിനായിട്ട് വേണ്ട ഐറ്റംസ്: കുക്കുംബർ ചെറുതായിട്ട് അരിഞ്ഞത്, ക്യാപ്സിക്കം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞത്, സവോള അരിഞ്ഞത്, മയോണൈസ്, യോഗോർട്ട്. ആദ്യം തന്നെ നമുക്ക് തോരത്തിലേക്ക് വേണ്ടിയുള്ള മാവ് കുഴയ്ക്കാം. 2 കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് 1 കപ്പ് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി മാവ് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. കൈ ഉപയോഗിച്ച് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. വയ്ക്കുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ, ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. മാവ് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴത്തേക്ക് മാവ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടും. നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. കുരുമുളക് പൊടി, ഗരം മസാല 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ. മസാല ഇട്ടതിന് ശേഷം ചിക്കൻ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. എന്നിട്ടൊരു 15 മിനിറ്റ് വെക്കാം. അപ്പോഴത്തേക്ക് ഈ സ്പൈസസ് എല്ലാം ചിക്കനെ നന്നായിട്ട് പിടിച്ചു കിട്ടും. ചിക്കൻ നന്നായിട്ട് എണ്ണയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. മാവ് കണ്ടോ, അതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. മാവ് ഇതുപോലെ വിഭജിച്ചിട്ട് നമുക്ക് ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാം. അങ്ങനെ മാവ് ഉരുളകളായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇനി ഈ മാവ് നമുക്ക് ചപ്പാത്തിയുടെ പലക ഉപയോഗിച്ചൊന്ന് പരത്തിയെടുക്കാം. ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ അങ്ങോട്ട് പരത്തിയെടുത്താൽ മതി, കട്ടി കുറച്ച്. ഇപ്പം അങ്ങനെ നമ്മുടെ തോരത്തില റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ വെച്ച് ചുട്ടെടുക്കാം. തോരത്തില നമുക്ക് പാലിട്ടൊന്ന് ചുട്ടെടുക്കാം. ഇതിൻ്റെ ഒരു വശം വെന്ത് കഴിയുമ്പോൾ നമുക്ക് അടുത്ത വശം തിരിച്ചിടാം. ഇതിൻ്റെ എല്ലാ വശങ്ങളും ഒന്ന് വെന്ത് കിട്ടുന്നതിനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് തിരിച്ചിടാം. തോരത്തിൽ നമുക്കൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യമേ നമുക്ക് ഇച്ചിരി മയോണൈസ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് യോഗട്ട്, ചിക്കൻ ഇട്ട് കൊടുക്കാം, കുക്കുംബർ, തക്കാളിക്ക, കുറച്ച് സവോള. ഇനി ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് ഒന്ന് റാപ്പ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അറ്റം നമുക്കിങ്ങനെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രാപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫോയിലിൽ ഒന്നും കൂടി ഒന്ന് പൊതിഞ്ഞിട്ട് പാനിൽ വെച്ച് ചൂടാക്കി എടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നമുക്ക് ചൂടോടുകൂടി കഴിക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് പാനിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കാം. ഒരു വശം ഒന്ന് ചൂടായി കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ 2 വശങ്ങളും ചൂടാക്കി ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി നമുക്ക് മുറിച്ചിട്ട് കഴിക്കാം.